ചുറ്റുവട്ടം, എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം. പ്രിയ ശ്രോതാക്കളെ, ചുറ്റുവട്ടത്തിൽ ഇന്ന് ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടവും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാഹിത്യകാരൻ ഉണ്ണി അമ്മയമ്പലം നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. നമ്മൾ പുസ്തകം വാങ്ങുന്നവരാണെങ്കിലും വായിക്കുന്നവർ വളരെ കുറവ്. ഇപ്പം ബുക്ക് ഫെയറിനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കിറ്റിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഉപനിഷത്ത് ദർശനം എന്നൊക്കെ പറഞ്ഞ് ഈ ഷെൽഫിൽ ഏറ്റവും ഫ്രണ്ടിൽ വെച്ച് രാമായണം സർവസ്വം ഇങ്ങനെയൊക്കെ ഫ്രണ്ടിലേക്ക് വയ്ക്കും. ചില ആൾക്കാർ ബൈബിളൊക്കെ തുറന്ന് ഇങ്ങനെ വെച്ച് വെക്കും, അതിനകത്തൊരു ജപമാലയൊക്കെ വയ്ക്കും. പക്ഷെ ഇതൊന്നും വായിക്കത്തില്ല. അങ്ങനെ പ്രസിദ്ധീകരണശാലകൾ കൂടുകയും എഴുത്തുകാർ വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വായനക്കാർ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഈ അൽഗോരിതങ്ങളുടെ നാട് എൻ്റെ സുഹൃത്ത് വാങ്ങിയിട്ട് അവൻ വായിച്ചില്ല. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത പുസ്തകം ഇപ്പം ഔട്ട് ഓഫ് പ്രിന്റ് ആയി. ഇതിന് അവാർഡ് കിട്ടുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇത് വായിച്ചവരൊക്കെ എന്നെ അങ്ങ് കളിയാക്കുകയൊക്കെ ചെയ്തു. എനിക്ക് അവസാനം ഒരു ഭയങ്കര പേടിയായി. ഇതെങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉള്ള കോപ്പിയൊക്കെ ആളുകൾക്ക് ഫ്രീ കൊടുത്തു. കുറേ പേര് വാങ്ങിച്ചു. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്തല്ല പുസ്തകം സെലക്ട് ചെയ്യുന്നത്, അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അവർ സെലക്ട് ചെയ്ത് ലാസ്റ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ചിലപ്പോൾ അവർ വിളിച്ച് പറയും നിങ്ങളുടെ ഒരു 5 കോപ്പി അയച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ 5 കോപ്പി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ മത്സരിച്ചാരാണ് പി രാമേന്ദ്രൻ, വീരാൻകുട്ടി, GR ഇന്ദുഗോപൻ, പള്ളിയറ ശ്രീധരൻ, പിന്നെ വന്യജീവി ഫോട്ടോഗ്രാഫർ എഴുത്തുകാരനുമായ നസീർ, ഇവരൊക്കെ മത്സരിക്കുന്ന ഇടയ്ക്ക് ഈ ഒരു സാധാരണക്കാരനായ എനിക്ക് എന്ത് കേമമാണ്. നമ്മളൊരു പ്രതീക്ഷയില്ല. എൻ്റെ ജീവിതവുമായിട്ട് ചില അടിസ്ഥാന ബന്ധങ്ങൾ ഈ പുസ്തകത്തിനുണ്ട്. അങ്ങനെ ഞാൻ അതിനെ കുചേല സാധു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അവന്റെ മകൻ സമ്പത്ത്. കുചേല സാധു ദരിദ്രനാണ്. ഈ കുചേല സാധു സമ്പത്തും തമ്മിലുള്ള ഒരു റിലേഷനും, അതുപോലെ ഒരു മൾട്ടിനാഷണൽ കമ്പനി, യന്ത്രവൽകൃതമായ ഒരു മൾട്ടിനാഷണൽ കമ്പനി. ഇപ്പൊ ഡ്രൈവർ ഇല്ലാത്ത കാറൊക്കെ ഞാൻ അന്ന് എഴുതി ഉണ്ടാക്കിയതാണ്. ഡ്രൈവർ ഇല്ലാതെ കാർ ഓടുന്നു. അതുപോലെ തന്നെ ഈ അൽഗോരിതങ്ങളുടെ നാട് എന്ന് പറയുന്നത്. അത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ ജഡ്ജസ് പിന്നെ ഒരാളെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പുതുമയുള്ള പുസ്തകം ആയതുകൊണ്ടാണ് നിന്റെ പുസ്തകം തിരഞ്ഞെടുത്ത്. ബാക്കി എല്ലാം ഈ കിട്ടനും കുട്ടനും കുട്ടുമുയലും ചിട്ടുമുയലും പട്ടുമുയലും അങ്ങനെയൊക്കെ പറഞ്ഞുള്ളതാണ്. ഞാൻ എപ്പോഴും എഴുതുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഈ കുട്ടികൾക്ക് ഒരു പുസ്തകം വായിച്ചാൽ അവൻ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കണം. എന്റെ മോൾ ഈ കഥ പറഞ്ഞിട്ട് അവള് കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരു കവിത പറഞ്ഞു. 4 വരിയൊക്കെ എഴുതും. എന്റെ മോള് വായനക്കാരിയൊന്നും അല്ല കേട്ടോ. വായനക്കാരി ഒട്ടും വായിക്കത്തില്ല. എന്നോട് റീഡിങ് ഈസ് ബോറിംഗ് എന്നാണ് പറയുന്നത്. എന്റെ പുസ്തകം 6 മാസം കൊണ്ട് വായിക്കുകയും തീർന്നിട്ടില്ല. അപ്പൊ എവള് ഒരു കവിത എന്നോട് പറഞ്ഞു, അച്ഛാ കടലിന്റെ നെഞ്ച് തിളച്ചതാണ് മാനത്തുനിന്ന് വീഴുന്ന മഴ എന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവോടി? അതെനിക്കറിഞ്ഞൂടെ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. കടലിന്റെ നെഞ്ച് തിളച്ചതാണ്. അപ്പൊ ഞാൻ പിന്നെ കുറെ നേരം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കടലിൽ നിന്നല്ലേ വെള്ളം നേരാവേ പോകുന്നു, അതല്ലേ മഴയായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇന്നലെ മോന് എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മൾ ഈ കറുപ്പ് ഇരുട്ട് ഇതിനെയൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കും, ഈ ചെടിയൊക്കെ വളരുന്നത് കറുപ്പിലല്ലേ, പൂ വിരിയുന്ന ഇരുട്ടത്തല്ലേ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് കല്ലറ കിടന്ന ഇരുട്ടിലല്ലേ? പൗലോസ് എന്ന് പറയുന്ന ഒരാളിനെ 3 ദിവസം കണ്ണ് അന്ധമാക്കി, അത് ഇരുട്ടിലല്ലേ അച്ഛാ നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു പിന്നെ സത്യമാണ്, ഇരുട്ടിലാണ് നമുക്കൊരു ദുഃഖവും വേദനയും പ്രയാസവും ഉണ്ടാകുമ്പോഴാണ് മോനെ നമ്മൾ വളരുന്നത്. ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ മൂല്യം ഉണ്ടെന്ന് ഞാൻ 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ കാര്യം പറയാനാണ്. എന്റെ കൊച്ചിന് മാതൃഭാഷയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത കഥയും ഞാൻ പറഞ്ഞു കൊടുത്ത കവിതയുമാണ് എന്റെ കൊച്ചിന് എന്നോട് ഇങ്ങനെ പറയാനുള്ള ഒരു മൂല്യബോധം ഉണ്ടാക്കിയത്. ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ വായനയെക്കുറിച്ചൊക്കെ മാതൃഭാഷയെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് എഴുന്നേറ്റ് ചോദിച്ചു. വായിക്കാത്ത കുട്ടിയുണ്ട് എഴുന്നേക്കാൻ പറഞ്ഞു. ഒരു പെൺകുട്ടി എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, മോളെന്താണ് വായിക്കാത്തത്? മറ്റുള്ളവർ എഴുതുന്ന എന്തിനാ നമ്മൾ വായിക്കുന്നത്? കൊച്ചി ചോദിക്കുന്നത് കറക്റ്റ് അല്ലേ? മറ്റുള്ളവർ എഴുതുന്ന എന്തിനാ നമ്മൾ വായിക്കുന്നത്? അതിന്റെ ആവശ്യം തോന്നുന്നു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കരുത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 2-ാം പ്രമാണത്തിന്റെ 3-ാം പ്രമാണത്തിന്റെ ലംഘനമാണ് അന്യൻ്റെത് ഒന്നും ആഗ്രഹിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്, അത് കുമ്പസാരിക്കേണ്ട സാഹചര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ അങ്ങനെയല്ല, നമ്മളത് മോഷണമൊന്നുമല്ലല്ലോ. പിന്നെ നമ്മൾ ഒരാളുടെ അടുത്ത് വായിക്കേണ്ട കാര്യം തോന്നി, പൈസ കൊടുത്ത് വേറൊരാളിന്റെ ഒന്ന് ആലോചിക്കുക. ഫ്രൈസ് മറ്റുള്ളവർ എഴുതുന്ന നമ്മളെന്തിനു വായിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, മറ്റുള്ളവരെന്ന് പറയുന്ന ഒരു ബോധം. M. മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അൽഫോൺസ് അച്ഛൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളും നമ്മളും അല്ലെ. ഈ മറ്റുള്ളവരെന്ന് പറയുന്നൊരു ബോധം ഈ കുട്ടിക്ക് തുടങ്ങി, ഇന്ന് തുടങ്ങി. നമ്മുടെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു 10, 60, 65 വയസ്സാവുമ്പോഴേ നിനക്ക് തോന്നും ഇവർ മറ്റുള്ളവരാണ്. കാര്യം അവൾക്ക് വേണ്ടാത്തതൊക്കെ, അവൾക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത, അവളോട് ഈ പുസ്തകം വായിച്ചിട്ട് എന്ത് ബെനിഫിറ്റ് എനിക്ക്, ഇതൊക്കെ കവിതയും കഥയൊക്കെ വായിച്ചിട്ട്. കുറെ കാലം മുമ്പ് ഞാൻ ഈ അന്ന് ഒരു 2000 ഞാനിവിടെ മാന്നാനം KE സ്കൂളിൽ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടിനോട് ഈ കാകളിയും മഞ്ചരിയും, അന്ന് വൃത്തമുണ്ട് അലങ്കാരമുണ്ട്, ഈ കാകളിയും മഞ്ചരിയും
പഠിച്ചിട്ട് എന്ത് കാര്യം? അതിന് നമുക്ക് എന്ത് പ്രയോജനം? അവളിപ്പോ UK നഴ്സാണ്. കാകളിയും മഞ്ചരിയും പഠിച്ചിട്ട് എന്ത് കാര്യം? 10-65 വയസ്സായ അപ്പനെ അമ്മയും കണ്ടിട്ട് പറയും, എന്തിനാണ് ഇവരെ ഇങ്ങനെ സൂക്ഷിക്കുന്നത്? നമുക്ക് എവിടെയെങ്കിലും വൃത്തബന്ധത്തിൽ കൊണ്ടുവിടാം. കാര്യം പ്രോഫിറ്റ് ഇല്ലല്ലോ. കാകളിയും മഞ്ചരിയും പഠിച്ചിട്ട് എന്ത് കാര്യം? അതുപോലെ ഈ അപ്പനെ അമ്മയും അവർക്കൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു മൂല്യച്യുതി വരാതിരിക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ കഥകളാണ് വായിക്കുന്നത്, എന്റെ കഥയില്ല. അപ്പൊ നമ്മൾ ആമയുടെ മുയലിന്റെയും കഥ പറയുമ്പോൾ മറ്റുള്ളവരുടെ കഥ. ഇനി തകഴിയുടെ ചെമ്മീൻ വായിക്കുമ്പോൾ പരിയക്കുട്ടിയുടെ കഥ മറ്റുള്ളവരുടെ കഥയാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു പരിഗണന ഓരോ പുസ്തകം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ്. മറ്റുള്ളവരില്ലെങ്കിൽ നമ്മളുണ്ടോ? നമ്മളില്ല. അപ്പൊ ഇവിടെ മറ്റുള്ളവരെ കുറിച്ചാണ് വായിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഒരു പുസ്തകം കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം, മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ, മറ്റുള്ളവരെ കുറിച്ചുള്ള പരിഗണന, മറ്റുള്ളവരോടുള്ള ഒരു സ്നേഹം, മറ്റുള്ളവരോടുള്ള ആദരവ്, മറ്റുള്ളവരോടുള്ള കരുണ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ, ഞാനൊരു വാസ്തവം പറയാം, കരുണയില്ലാത്തൊരു ഡോക്ടർ നമുക്കിടയിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വൈകാരിക അനുഭവം വേണമെങ്കിൽ, ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ വേണം. അതിന് വായന ആവശ്യമാണ്. പ്രത്യേകിച്ച് മലയാളം വായിച്ചാൽ എന്താണ്? നമ്മുടെ മാവ്, പ്ലാവ്, തെങ്ങ്, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ സംസ്കാരം, ഇതെല്ലാം മലയാള ഭാഷയിലുണ്ട്. ഇത് കുട്ടി സ്വാംശീകരിക്കും. അപ്പൊ അവന് അപ്പനെ വെറുക്കാൻ തോന്നില്ല, അമ്മയെ വെറുക്കാൻ തോന്നില്ല, സഹോദരിയെ വെറുക്കാൻ തോന്നില്ല. ഒരു അധ്യാപികയെ കാണുമ്പോൾ ഇതൊരു സ്ത്രീയല്ല, ഇതെന്റെ അധ്യാപികയാണ് എന്ന് വിചാരിക്കാനും, ഈ 60 വയസ്സായ ആള് ഒരു വ്യക്തിയല്ല, പകരം എന്റെ മുത്തശ്ശന്റെ അല്ലെങ്കിൽ മാമന്റെ പ്രായമുള്ള ആളാണ് എന്ന് കാണാനുള്ള ഒരു കരുത്ത് നമ്മുടെ മലയാള വായന നമുക്ക് കൊണ്ടുതരും. അത് കവിതകളാണെങ്കിലും കഥകളാണെങ്കിലും അതെല്ലാം കൊണ്ടുതരും. മാസപ്പട്ട മലയാള മാസങ്ങൾ ചേർത്ത്. ചിങ്ങം വന്നു, ചിങ്ങം വന്നു, പൂവുകളെല്ലാം പൂക്കളമായി, കന്നിക്കൊയ്ത്തിനു പാടമൊരുങ്ങി, നെല്ലിൻ ചെടികൾ സന്തോഷിച്ചു. മഴ മഴ പെരുമഴ പേമഴ ഇടിമഴ, മാനത്തെത്തി തുലാമേഘങ്ങൾ, കൊട്ടും പാട്ടും മേളവുമായൊരു വൃശ്ചിക മാസം, ഉത്സവമാസം, തിരുവാതിരയും പൂക്കളുമായി കുളിരും ധനുമാസം വന്നെത്തി. പാലകൾ പൂത്തു മകരം വന്നു, മാമ്പൂ നുള്ളി കുട്ടികളോടി, കുംഭം വന്നു വമ്പൻ കൊമ്പൻ നെറ്റി പട്ടം കെട്ടിയൊരുങ്ങി, എന്തൊരു ചൂടു വിയർത്തു കുളിച്ചു. മീനം വന്നു വേനൽക്കാലം, മേടം വിഷുവിൻ മാസം, കൊന്ന പൂവുകൾ നമ്മുടെ അവധിക്കാലം. ഇടവം വന്നു മഴയറിയിച്ചു, ഇടിമിന്നലുമായി പെരുമഴയെത്തി. മിഥുന പകലും രാത്രിയുമെല്ലാം മഴ പേടിച്ചേ വാതിലടച്ചു. കുടയില്ലാതെ വരുന്നേരത്തൊരു മഴ, കുടയില്ലാതെ വരുന്നേരത്തൊരു മഴ, ഞാനോടി കർക്കിടകം. കുടയില്ലാതെ വരുന്നേരത്തൊരു മഴ, ഞാനോടി കർക്കിടകം. മഴ ഞാനോടി കർക്കിടകം, മഴ ഞാനോടി കർക്കിടകം. ഇനി ഇതെന്റെ ഒരു പുതിയ പുസ്തകമാണ്. വരൂ നമുക്ക് സൂര്യനെ തൊടാം. ഞാൻ സയൻസ് എഴുതാൻ തുടങ്ങിയത് എന്റെ കൊച്ചു പറഞ്ഞതിന് ശേഷമാണ്. കാര്യം സോളാർ സ്റ്റോമിനെ കുറിച്ചാണ്. ഇതുവരെ ആരും എഴുതാത്തൊരു കാര്യമുണ്ട്. സോളാർ സ്റ്റോം ഭൂമിയെ നശിപ്പിക്കുമെന്നാണ് എന്റെ അറിവ്. ഇതേ സംഭവം തന്നെയാണ് ISRO ചെയർമാൻ സാറും പറഞ്ഞത്. സൂര്യനായിരിക്കും ഭൂമിയുടെ നാശത്തിന് ഉത്തരവാദി. ഇപ്പോഴൊന്നുമല്ല, കുറെ വർഷം കഴിഞ്ഞാണ്. നമ്മളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുഞ്ഞു പാട്ടാണ്. കെട്ടുകളെ കേട്ടിട്ടുണ്ടോ? കെട്ടുകളെ കേട്ടിട്ടുണ്ടോ? പത്രക്കെട്ടു, പഴക്കെട്ട്, ചാക്കിൻ കെട്ട്, തലേക്കെട്ട്, തുന്നിക്കെട്ട്, തുണിക്കെട്ട്, വെള്ളക്കെട്ട്, വെടിക്കെട്ട്, പഞ്ഞിക്കെട്ട്, പണക്കെട്ട്. കെട്ടുകളിങ്ങനെ പലവിധമെന്നാൽ സൂക്ഷിക്കേണ്ടൊരു കെട്ടേത്? കൂട്ടുകെട്ട്, കൂട്ടുകെട്ട്. അടുത്ത ചോദ്യം, ശാശ്വതമായൊരു കെട്ടേത്? അമ്മ ഭാഷയുമായുള്ള കൂട്ടുകെട്ട്. ശാശ്വതമായൊരു കെട്ടേത്? അമ്മ ഭാഷയുമായുള്ള കൂട്ടുകെട്ട്, മാതൃഭാഷയുമായുള്ള കൂട്ടുകെട്ട്, മാതൃഭാഷയുമായുള്ള കൂട്ടുകെട്ട്. കെട്ടുകൾ ഒരുപാടുണ്ട്, അറിയാലോ. ഈ കെട്ടുകളൊക്കെ പ്രശ്നമുള്ള കെട്ടുകളൊക്കെ ഉണ്ട്, കല്യാണം ഉൾപ്പെടെ. പക്ഷെ സൂക്ഷിക്കേണ്ട കെട്ട് കൂട്ടുകെട്ടാണ്. എന്നാൽ ശാശ്വതമായ കെട്ടെന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയുമായുള്ള കൂട്ടുകെട്ടാണ്. അത് അമ്മ ഭാഷ എന്നാണ് പറയുന്നത്. കാര്യം അമ്മയുടെ മുലപ്പാൽ. 2 വരി വള്ളത്തോളിന്റെ കൂടി പാടി ഞാൻ അവസാനിപ്പിക്കാം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരം അല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി, സമ്മേളിച്ചിടുന്നതൊന്നാമതായി. അമ്മിഞ്ഞപ്പാലോടൊപ്പം ചുണ്ടിൽ വിരിയുന്ന ആ ഭാഷയാണ് നമ്മുടെ കുട്ടിക്ക് ചുറ്റുപാടുമുള്ള ലോകത്തെക്കുറിച്ച് അറിവ് നേടിക്കൊടുക്കുന്നത്. ആദ്യ ഗുരു അമ്മയാണെന്നതുപോലെ ആദ്യത്തെ ഭാഷ മാതൃഭാഷയാണ്. കാര്യം അമ്മ അല്ലേ കുഞ്ഞിനോട് വയറ്റത്ത് കിടക്കുമ്പോഴൊക്കെ പറയത്തില്ലേ മോനെ മക്കളെ എന്നൊക്കെ പറയത്തില്ലേ? ആ അമ്മ ഭാഷയാണ് മാതൃഭാഷ. നമ്മൾ വിളിക്കുന്നത് ചിൽഡ്രൻ എന്നല്ലല്ലോ, മോനെ കുട്ടാ എന്നൊക്കെ അല്ലേ, അല്ലാതെ നമ്മൾ ഡോക്ടർ എന്നൊന്നും വിളിക്കില്ലല്ലോ. ആ മാതൃഭാഷയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഉയർത്തുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ തളരാതിരിക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക.
ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടവും ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാഹിത്യകാരൻ ഉണ്ണി അമ്മയമ്പലം നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. നിർവഹണം അഖിൽ സുകുമാരൻ. സഹായം ടി പി വിവേക്.